ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വൈറ്റ് ബീഡ് വേഴ്സസ് ഗാർപ്പ് ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ച് ഒരുപാട് തവണ കമൻറ്റ് ചെയ്തത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ വീഡിയോ ചെയ്യാൻ നിങ്ങൾ വിചാരിച്ച്. അപ്പോൾ ഇത് കാണാൻ താല്പര്യമുള്ള വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മുടെ വൈറ്റ് ബീഡിൻ്റെയും ഗാർപ്പിൻ്റെയും പ്രൈം വെർഷനും അതുപോലെ തന്നെ ഓൾഡ് വെർഷനും തമ്മിൽ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വീഡിയോ ചെയ്യാൻ കിട്ടുന്ന മോട്ടിവേഷത്തിലാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ പലരും സബ്സ്ക്രൈബ് ചെയ്താണ് പോകുന്നത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാൻ കാരണം. അത് മാത്രമല്ല, നമ്മുടെ ചാനൽ ഇപ്പോൾ റോഡ് ടു 5K ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ 5K അടിക്കാൻ പറ്റിയ അത്ര സന്തോഷമായേനെ. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇവർ രണ്ടുപേരുടെ ഓൾഡ് ഏജ് നമുക്ക് കമ്പയർ ചെയ്യാം. നമ്മുടെ വൈറ്റ് ബീഡിനായിക്കോട്ടെ മെറീൻ ഫോർഡ് നടക്കുന്ന സമയത്ത് ഏകദേശം 70 വയസ്സോടെ ഉണ്ട്. അതുമാത്രമല്ല, ആ ടൈമിൽ നമ്മുടെ ക്യാൻസറിൻ്റെ 4th സ്റ്റേജിൽ കൂടിയായിരുന്നു. എന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് വൈറ്റ് ബീഡ് നമ്മളെ മെറീൻ ഫോർഡ് മുഴുവനായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നത്. നമ്മളെ വൈറ്റ് ബീഡിനെ കൊല്ലണ്ടേറ്റ് ബ്ലാക്ക് ബിയർഡ് പാരറ്റ്സിൽ ഒരുപാട് ബുള്ളറ്റ്സും അതുപോലെ ഒരുപാട് കാനൽ ബോൾസ് കൊണ്ട് നമ്മുടെ വൈറ്റ് ബീഡിനെ ഹിറ്റ് കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാക്കസുക്കിയുടെ മാഗ്മ പഞ്ചസും അതുപോലെ ഒരുപാട് സ്റ്റാബ് വൂൺസും ഇതൊക്കെ നമ്മുടെ വൈറ്റ് ബീഡിനെ കൊണ്ടിട്ടു. വൈറ്റ് ബീഡ് സ്റ്റിൽ സ്റ്റാൻഡിങ് ആയിരുന്നു. നമ്മൾ കണ്ടിച്ചത് നമ്മുടെ വൈറ്റ് ബീഡും മരിച്ചപ്പോൾ പോലും തൻ്റെ പിൻഭാഗം നിലത്ത് കൊണ്ടിട്ടില്ല. അതുമാത്രമല്ല, നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ പിൻഭാഗത്തായിക്കോട്ടെ ഒരു സ്കാർ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രമാത്രമുണ്ട്. ഞാനിങ്ങനെ പറയാൻ കാരണം നമ്മുടെ വൈറ്റ് ബീഡിനെ അതുപോലെ തന്നെ ഗാർപ്പിനെയും വെച്ച് നോക്കുമ്പോൾ ഗാർപ്പിന് ഇപ്പോൾ നമ്മുടെ ഹാച്ചിന്യൂസ് നടന്ന സമയത്ത് ഏകദേശം 76 വയസ്സ് 78 വയസ്സ് അങ്ങനെ ഉണ്ട്. ആ ടൈമിൽ നമ്മുടെ ഗാർപ്പ് 2 സ്റ്റാബും അതുപോലെ തന്നെ നമ്മുടെ കൂസാൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ മുഖം നോക്കി കിട്ടുന്നൊരു അടിയും അതോടെ തന്നെ നമ്മുടെ ഗാർപ്പ് അവിടെ നോക്കാകുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വൈറ്റ് ബീഡിന് നമ്മുടെ ഗാർപ്പിനെക്കാട്ടും ഡ്യൂറബിലിറ്റി ഉണ്ട്. പക്ഷേങ്കിൽ ആ ടൈമിൽ നമ്മുടെ വൈറ്റ് ബീഡ് 70 ആയിരുന്നു, നമ്മുടെ ഗാർപ്പ് ഇപ്പോൾ 78 ഈ ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ഡിഫറൻസ് ഉണ്ട്. കാരണം ഇത് തൻ്റെ വയസ്സ് കാലത്താണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 20 അതുപോലെ തന്നെ 26 അതുപോലത്തെ ഏജ് ഗ്യാപ്പല്ലേ ഇത്. ഈ ടൈമിൽ എല്ലാവർക്കും വളരെ വീക്ക് ആകുന്നതാണ്. പക്ഷേങ്കിൽ ഇത് ഏകദേശം സെയിം ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ വൈറ്റ് ബീഡ് ആ ടൈമിൽ ക്യാൻസർ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ടും വൈറ്റ് ബീഡ് ഇതൊക്കെ താങ്ങി. പക്ഷേങ്കിൽ ഗാർപ്പ് ഫുൾ ഹെൽത്തിയാണ്. നമ്മുടെ ഓൾഡ് ഏജ് മാത്രമാണ് ഗാർപ്പിനെ തളർത്തുന്നത്. എന്നിട്ടും ഗാർപ്പ് ഇത്ര പെട്ടെന്ന് ഡിഫീറ്റഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓൾഡ് ഏജ് ഗാർപ്പ് അതുപോലെ തന്നെ ഓൾഡ് ഏജ് വൈറ്റ് ബീഡ് തമ്മിലൊരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ വൈറ്റ് ബീഡ് ഫുൾ ഹെൽത്തി ആണെങ്കിൽ വൈറ്റ് ബീഡ് ജയിക്കും. അല്ലാത്ത പക്ഷം നമ്മുടെ ഗാർപ്പ് തന്നെ വിജയിക്കാൻ ചാൻസ് ഉണ്ട്. ഡ്യൂറബിലിറ്റി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ വൈറ്റ് ബീഡിൽ മെറീൻ ഫോർഡ് ആർക്ക് നടക്കുന്ന സമയത്ത് തന്നെ ഡെവിൽ ഫ്രൂട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നുള്ളൂ. ഹാക്കി യൂസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ നമ്മൾ പ്രൈം ടൈമിലെ വൈറ്റ് ബീഡ് ഞാൻ ഗാർപ്പിനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവർ രണ്ടുപേരും വളരെ പവർഫുള്ളാണ്. നമ്മുടെ ഗോൾഡ് ഡി റോജർ ആയിട്ട് രണ്ടുപേരും ഫൈറ്റ് ചെയ്തിട്ട് രണ്ടുപേരെ ആയിക്കോട്ടെ നമ്മുടെ റോജറിനെ ഡിഫീറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും വളരെ പവർഫുൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്നിരുന്നാലും ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ വൈറ്റ് ബീഡ് ജയിക്കാനാണ് ചാൻസ് കൂടുതലെന്നാണ്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ റോജറുമായിരുന്നു നടന്ന ഫൈറ്റിലൊന്നും നമ്മുടെ വൈറ്റ് ബീഡ് തന്നെ ഡെവിൽ ഫ്രൂട്ട് പവർ യൂസ് ചെയ്തിരുന്നില്ല എന്ന്. ഒരു പക്ഷേ വൈറ്റ് ബീഡ് ഈ ഫൈറ്റിൽ 2 യൂസ് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ ഗാർപ്പിനെന്നാണെങ്കിൽ നമ്മുടെ വൈറ്റ് ബീഡ് ഡിഫീറ്റ് ചെയ്തേക്കാം. കാരണം നമ്മുടെ വൈറ്റ് ബീഡ് ഇതുവരെ സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. ആകെ നമ്മുടെ ഓൾഡ് ഏജിൽ നമ്മുടെ സാക്കസുക്കിനോടുള്ള ഫൈറ്റിൽ മാത്രമാണ് നമ്മുടെ വൈറ്റ് ബീഡ് ഓൾ ഔട്ട് പോകുന്നത്. പക്ഷേങ്കിൽ ആ ടൈമിൽ പോലും നമ്മുടെ വൈറ്റ് ബീഡ് തൻ്റെ ഫുൾ സ്ട്രെങ്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ക്യാൻസർ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വൈറ്റ് ബീഡും ഗാർപ്പും തമ്മിലൊരു ഓൾ ഔട്ട് ബാറ്റിൽ അവരുടെ പ്രൈം ടൈമിൽ നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വൈറ്റ് ബീഡ് ജയിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വെറുതെ ഒന്നും ആയിരിക്കില്ലല്ലോ നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് മാൻ എന്നുള്ള പേര് നമ്മുടെ വൈറ്റ് ബീഡിന് കിട്ടിയിട്ടുണ്ടാകുക. അതുമാത്രമല്ല, നമ്മുടെ വൈറ്റ് ബീഡിന് വിചാരിച്ച ഈസി ആയിട്ട് പരട്ടിങ് ആവായിരുന്നു. പക്ഷേ വൈറ്റ് ബീഡ് അത് വേണ്ടെന്ന് വിചാരിച്ച ആളാണ്. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വൈറ്റ് ബീഡ് എത്രമാത്രം ഓപ്പിയാണെന്ന്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരുപാട് ഗാർപ്പ് ഫാൻസിനും അതുപോലെ തന്നെ നമ്മുടെ ലൂഫി ഫാൻസിനൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല. പക്ഷേ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇവർ രണ്ടുപേരും ഏകദേശം ഈക്വൽ ലെവലിലാണ്. എന്നിരുന്നാലും നമ്മുടെ വൈറ്റ് ബീഡ് ഒരുപക്ഷെ ഓൾ ഔട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ഗാർപ്പിനെ ഒരുപക്ഷെ നമ്മുടെ വൈറ്റ് ബീഡിന് ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയേക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ എത്തിക്കുക. മറ്റൊരു വീഡിയോ കാണുന്നൊരു ബൈ.